അജയുടെ അടുത്ത് വെച്ച് അവൻ അങ്ങനെ പറഞ്ഞേ? അതെന്നെ, ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ? നിങ്ങളുടെ അഫയറിനെ കുറിച്ച് അവൻ അറിയില്ലായിരിക്കും. അല്ലല്ല, അറിഞ്ഞോണ്ട് തന്നെ വന്നതാ. എടി ഗീതേ, നീ അവനെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തടി. ബോയ് ഫ്രണ്ട് ഇല്ലാതെ ആകെ ബോറടിച്ചിരിക്കുക. ആളെങ്ങനെ? ഹാൻഡ്സോ? മാങ്ങേണ്ടി പോലൊരു മുഖം. ഇനി എന്റെ മുന്നിൽ അങ്ങനെ വന്നാലുണ്ടല്ലോ. ഹലോ, നമസ്കാരമുണ്ട്. ഐ ലവ് യു. എന്താ ഇയാൾ കളിക്കാ? നോ, ഐ ആം വെരി സീരിയസ്. ലുക്ക്, ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അജയ് ആരെന്ന് അറിയാം? നീ അവനെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെ ഇറങ്ങിയിരിക്കല്ലോ. അയ്യോ, അങ്ങനെ യാതൊരു ഉദ്ദേശം എനിക്കില്ലാന്നേ. നീ അജയനെ സ്നേഹിക്കുന്നു കരുതി ഞാൻ നിന്നെ സ്നേഹിച്ചു കൊടുന്നില്ലല്ലോ. ഉണ്ടോ? തനിക്ക് പ്രേമിക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അതെന്താ അങ്ങനെ ചോദിച്ചേ? പ്രേമം ഒരു ദിവ്യമായ വികാരമാണ്. അല്ലാതെ ഏതോർത്തും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നു പറഞ്ഞപ്പോ അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കഷ്ടമായി പോയി. ഇതാണോ യഥാർത്ഥ പ്രേമം? അതൊക്കെ എന്റെ ഇഷ്ടോ. ഹേയ്, നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഫീൽ മൈ ലവ്. എന്റെ സ്നേഹം നീ ഒന്ന് അറിഞ്ഞാ മതി. നോക്കൂ, നിന്നെ പോലെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് സച്ച് പേഴ്സണാലിറ്റീസ്. ഐ ഹേറ്റ് യു. ഇവൻ എവിടെ പോയിരിക്കേ? അതേടാ, ഗീതയോട് ഐ ഹേറ്റ് എന്ന് പറഞ്ഞു. സത്യമായിട്ടും ഐ ഹേറ്റ് എന്ന് പറഞ്ഞാണോ നീ ചോക്ലേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? മണ്ടൂസ്, എന്റെ അമ്മേ, ഇവനൊന്ന് പറഞ്ഞു കൊടുക്കടാ. ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലേ നിനക്ക്? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്നാ. ഒരു ഫീലിംഗ്സ് ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലടാ എന്നോട് അല്പം വെറുപ്പെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതെ, പ്രേമമാണെങ്കിലും വെറുപ്പാണെങ്കിലും മനസ്സിൽ തന്നെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോ അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നല്ലേ അർത്ഥം? ഇവന് വട്ടായി പോയെന്നാ തോന്നുന്നത്. എന്റെ ജീവന്റെ ജീവനായ ഗീതാഞ്ജലിക്ക് വേണ്ടി ആരെ എഴുതുന്നത്? ഇന്നലെ ഞാൻ തന്ന പൂവിൽ സൗരഭ്യം. ബ്ലൂ എങ്കിൽ ഐ ലവ് യു, റെഡ് എങ്കിൽ ആര്യ. ഏയ് ഗീത സീരിയസ്, നമ്മളും സീരിയസ്. സോ ടുമോറോ മോർണിംഗ് ആര്യക്ക് വാണിംഗ്. ഓക്കേ? 1 2 3. എന്റെ ജീവന്റെ ജീവനായ ഗീതാഞ്ജലിക്ക് വേണ്ടി ഈ ആര്യ എഴുതുന്നത്. ഇന്നലെ ഞാൻ തന്ന പൂവിൽ സൗരഭ്യമായി പടർന്നിരുന്നത് എന്റെ പ്രണയമായിരുന്നു. ഇതളുകളുടെ നൈർമല്യം എന്റെ ഹൃദയമായിരുന്നു. പൂവിന്റെ സൗന്ദര്യം എന്റെ പ്രതീക്ഷകളായിരുന്നു. നിന്റെ സ്നേഹിതൻ എന്നെ കുറിച്ച് എന്ത് കരുതും എന്നതിലല്ല, നീ എന്നെ കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് എനിക്ക് മുഖ്യം. ബ്ലൂ എങ്കിൽ ഐ ലവ് യു, റെഡ് എങ്കിൽ ആര്യ. എടോ, തനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? പിന്നെ പെമ്പിള്ളേരെ കണ്ടല്ലോ ഉടനെ ലവ് ലെറ്റർ കൊടുക്കും. എടാ ചെറുക്ക, ഗീതയ്ക്ക് നീ സ്നേഹം കൊടുക്കുന്നു, പക്ഷേ ഗീത അത് തിരിച്ചു തരുന്നില്ലല്ലോ. എന്താ ശാന്തി, ഇതെന്താ കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സോ? ഞാൻ ഗീതയ്ക്ക് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയ ബിസിനസ് ഓക്കെ, പക്ഷെ അതെങ്ങനെ പ്രേമമാവും? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സ്നേഹം എങ്ങനെയാ? എക്സ്ക്യൂസ് മീ, സ്നേഹം ഒന്നേ ഉള്ളൂ, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ റോങ്. നെക്സ്റ്റ്. നീ പ്രേമിക്കുന്നൊക്കെ കൊള്ളാം, അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്ന എന്തിനാ? മനസ്സിൽ വെച്ച പോലെ. ഏറ്റവും തോന്നുന്നു നിന്റെ പ്രേമം മനസ്സിൽ വെച്ച പോലെ, അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കണോന്ന്. അത് പറ്റില്ല മോളെ, കുറച്ചേ ഉള്ളെങ്കിൽ ഉള്ളിൽ വെക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. എന്റെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ കവിയാ. തനിക്കൊരു കാര്യം അറിയൂ, ഐ ആം സോ എക്സ്പ്രസീവ്. എന്ത് കാര്യമായാലും തുറന്നു പറയും. തന്റെ കാര്യം പറയട്ടെ? വേണ്ടത് മോശമായി പോകും. ഓൾറെഡി അജയ് ഗീത ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ ഇഷ്ടപ്പെടുന്നത്? എക്സ്ക്യൂസ് മീ, നിനക്ക് താജ്മഹൽ ഇഷ്ടമാണോ? ഇഷ്ടാ. നിനക്കോ? ഇഷ്ടാ. സോറി, ഇവൾ ഇഷ്ടപ്പെടുന്നോണ്ട് നീ ഇഷ്ടപ്പെട്ടുകൂടാ. അല്ല, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ എണീറ്റത്? ഇരിക്ക്. Any more doubts? No. Dear girls, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നേരം കളയാതെ നിങ്ങൾ ആരെങ്കിലും പോയി പ്രേമിക്കേ, പിന്നെ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കേ? ശാന്തി, only for you. എനിക്ക് ഏറ്റവും പ്രിയപ്പെടാത്ത ശാന്തിക്ക് ഞാൻ നിന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നറിയോ? ആദ്യമായി കണ്ടപ്പോ തന്നെ നിന്നോട് എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ടായി. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം എത്രമാത്രം ധന്യമായനെ എന്ന് നിന്നെ മാത്രം വെറുക്കുന്ന നിന്റേതല്ലാത്ത ആര്യ. പ്ലീസ് നോ, നാളെ നീ പാർക്കിൽ വരേ വേണ്ട. The laws of thermodynamics. The first law is energy can be changed from one form to another
but it cannot be neither created nor destroyed. The second law states that in all energy exchanges, if no energy enters or leaves the system, the potential energy, Geeta, സർ out. എന്താ എന്താ തന്റെ ഉദ്ദേശം? അതെ, എന്റെ സ്നേഹം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊന്നും അറിയാനാ. എന്താ ലവ് ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ല. ചെറുതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ലേ? No. സത്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതെന്താ നിന്റെ ലവറിനോട് അല്പം പോലും റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഈ വൺ സൈഡ് ലവ് വളരെ ചീപ്പാണെന്ന് അറിയില്ലേ? നോക്കിയേ, നീ വലിയ സുന്ദരനാ? ഡിസ്റ്റർബൻസ് ആണെന്ന് നിന്നെ പറ്റി ആലോചിക്കുമ്പോ തന്നെ ആലോചിക്കാറുണ്ടെന്നോ? എനിക്ക് തല പെരുക്കുന്നു. നിനക്ക് എന്താ വട്ടുണ്ടോ? ദേ കോക്രോച്ച്. ഇപ്പൊ കണ്ടില്ലേ, ഇല്ലാത്ത പാറ്റ ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാ മോളെ നീ ഉള്ള സ്നേഹമില്ലെന്ന് എന്നോട് കള്ളം പറയുന്നത്? നോക്കൂ, എനിക്ക് നിന്നോടുള്ളത് ഒരൊറ്റ ഫീലിംഗാ. ഐ ഹേറ്റ് യു. നിന്നെ കാണുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. അത് ശരി, അപ്പൊ എന്നെ വെറുക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അത് തന്നെ ഇഷ്ടം. അത് കള്ളമാണെന്ന് നിന്റെ ഈ ഫേസ് കണ്ടെത്താൻ അറിയാമല്ലോ മോളെ. എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞൂടെ നിനക്ക്? ഹി ഹി, ഐ ഹേറ്റ് യു. ബട്ട് ഐ ലവ് യു. ഏയ്, നീ ആരെ കാത്തിരിക്കാ? വേഗം കേക്ക് ടേസ്റ്റ് പോവടി, ഒന്ന് വേഗമാട്രി. അടുത്ത ബർത്ത്ഡേക്ക് മുമ്പെങ്കിലും ഒന്ന് കട്ട് ചെയ്യ്. എടി, നീ മര്യാദയ്ക്ക് കട്ട് ചെയ്യുന്നോ അതോ ഞാൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്യാൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Geeta. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ഗീത. Wow, nice idea. Wow, nice gift for you. താങ്ക്സ്. Yes, 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 yes. കേക്ക് കട്ടിയടി, കട്ട് ചെയ്ത് കൊടുക്ക്. ആ. ഹലോ അണ്ണാ, ബർത്ത്ഡേ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗീത വരുന്നുണ്ട്. എന്താ അജയ്, എന്താ ബർത്ത്ഡേക്ക് വരാത്ത? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു. പറ അജയ്, എന്താ വരാതിരുന്നെ? എന്താ ഞാൻ വരാത്തോണ്ട് നിന്റെ ബർത്ത്ഡേ പാർട്ടി നടന്നില്ലേ? വരേണ്ടവരൊക്കെ വന്നില്ലേ? വരേണ്ടവരോ? ഓ, ആര്യ വന്നതാണോ? അയ്യോ, അവൻ തന്ന ഗിഫ്റ്റ് ആയതൊന്ന് നോക്കിയേ. ഇതിലെന്തൊക്കെയോ കളിയുണ്ടല്ലോ. അണ്ണന്റെ പെണ്ണിനെ വീഴ്ത്താൻ അണ്ണന്റെ ഫോട്ടോ തന്നെ വെച്ച് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇവൻ. ഇവൻ അഭ്യാസിയാണെന്നാ. ഞാനും ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അജയ്. ആര്യ നമ്മളെ തമ്മിൽ അകറ്റാനാണെങ്കിൽ ഇങ്ങനൊരു ഗിഫ്റ്റ് തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആര്യ വെറുതെ സംശയിക്കുക. അവന് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഹീസ് റിയലി എ നൈസ് ഗായ്. ബൈ. Yes, I'm really a nice guy. ബോസ്, എന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എന്താ ബോസ്, ഗീതയ്ക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ. എന്നോടായിരുന്നു ഇഷ്ടമെങ്കിൽ എന്റെ ഫോട്ടോ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. നിന്റെ ഫോട്ടോയിലും എന്റെ ഫോട്ടോയിലും ലവർ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. കേട്ട് പഠിക്കടാ. എന്തിനാ ബോസ് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ബോഡി ചീത്തയാവില്ലേ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ഇഷ്ടപ്പെടുന്ന ബോഡിയായത്. വല്ല പാലോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കേ. മുടങ്ങാതെ വ്യായാമം ചെയ്യണേ. ബോസ്, എനിക്ക് ഗീത ഇഷ്ടം. ഗീതയ്ക്ക് ബോസിനെ ഇഷ്ടം. അതുകൊണ്ട് ബോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ ഒതുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നണം.